ഞാൻ ഇന്നൊരു മൺകുടുക്കിയിൽ ദം ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഈ ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് അറിയാത്തവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അത്രയും ടേസ്റ്റ് ഉള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു രീതിയിൽ മൺകുടുക്കിയിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇനി എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ 1 കിലോ ബീഫിൻ്റെ റെസിപ്പിയാണ് ഇവിടെ പറയുന്നത്. 1 കിലോ ബീഫും 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 400 ഗ്രാം വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തക്കാളി ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. തക്കാളിയാണ് ഈ ബിരിയാണിക്ക് കൂടുതൽ എടുക്കേണ്ടത്. അതിൻ്റെ ആ ഒരു വെള്ളത്തിലാണ് നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു 50 ഗ്രാം ഉണ്ട്. പച്ചമുളക് ഞാനൊരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിച്ചപ്പും പൊതിയും ചെറിയതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, 1/2 കപ്പ് തൈരും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കരിവേപ്പാണ് ഇട്ടത്. ഇനി ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുക്കറിൽ അടുപ്പത്ത് വെക്കാം. ഞാൻ അല്പം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അത് വേകാനും പെട്ടെന്ന് വേകാനും നമുക്ക് ആവശ്യത്തിനാണ്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടേ അല്ല, ഇനി കുക്കറിൽ അടച്ച് വെച്ച് നമുക്ക് അടുപ്പിൽ വെക്കാം. ഈ ബീഫ് റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ 1 കിലോ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. അടുപ്പത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 ഏലക്കായ, ഒരു 10 കറാമ്പൂവ്, ഇതെല്ലാം കൂടി ഇട്ട് തിളച്ചിട്ട് അരി അതിലേക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഒരു മുറി നാരങ്ങ അത് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് ചോറ് തമ്മിൽ ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിട്ട് നിൽക്കും ഈ നാരങ്ങ നീര് ഉറ്റിച്ചാൽ. ഇനി നമുക്ക് തിളച്ചിട്ട് ഊറ്റിയെടുക്കാം. അപ്പം ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കിയതാണ്. ഒരു 10 മിനിറ്റ് നേരം ചെറിയ സിമ്മിൽ കുക്കറിൽ വെച്ചതായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. അതൊന്ന് ഊറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം ഊറ്റിയിട്ട് ബീഫും വെന്തിട്ടുണ്ട്, ദമ്മിടാം. ഇത് ഊറ്റിയെടുത്തിട്ട് അപ്പോൾ നമ്മുടെ ചോറും ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദമ്മിടാനുള്ള ഒരു കലം റെഡിയാക്കിയിട്ടുണ്ട്. മൺകലാണ്. അതിൻ്റെ അടിയിൽ ഒരു 2 വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ കത്തുമ്പം കരിയാണെങ്കിൽ ഈ ഇലയെ കരിയുള്ളൂ, അപ്പോൾ ബീഫ് കരിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇല വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ കുക്കറിലെ ബീഫ് തീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളമുണ്ട്. വെള്ളം നമുക്ക് ഈ ഇതിൽ കത്തിക്കുമ്പോൾ പാകാവും. ബീഫ് ഇട്ടതിൻ്റെ മേലെ ഞാൻ ഇല വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ചോറിട്ട് കൊടുക്കുന്നത്. ഞാൻ നേരിട്ട് ബീഫിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാറില്ല. കാരണം ബീഫൊക്കെ ചോറും അങ്ങനെ തമ്മിൽ ചേരും. അപ്പം ഞാനൊരു ഇല വെച്ചിട്ടാണ് ചോറ് കൊടുക്കാറ്. അപ്പം ഇതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം ബിരിയാണി മസാല അതിൻ്റെ മുകളിലിടുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചോറും ഇതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഏറ്റവും മുകളിലും അല്പം ബിരിയാണി മസാലയും അതുപോലെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടി പൊരിച്ച് കോരിയതാണ്, അതും കൂടെ അതിൻ്റെ മുകളിലിടാം. ഇതിലേക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് ക്യാരറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതുപോലെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ച് കോരിയ നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ RKGയിലാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും തൂമിച്ചെടുത്തത്, പൊരിച്ചെടുത്തത്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ദമ്മിടാം. ഞാനൊരു പത്തിരി ചട്ടി അതിൻ്റെ മുകളിൽ, പാകത്തൊരു ചട്ടിയാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ നന്നായിട്ടൊന്ന് തിളക്കണത് വരെ തീ കത്തിക്കാം. വെന്ത ഇറച്ചിയും ചോറൊക്കെയാണ് വല്ലാതെ കത്തിക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഈ എല്ലാം തിളച്ച് വന്നിട്ട് ഇനി ഈ കണലെല്ലാം ഈ ഇതിൻ്റെ മുകളിലേക്ക് കോരിയിടണം. അപ്പോൾ ഈ മുകളിൽ നിന്ന് ആവി അടിയിലേക്ക് ചെന്നിട്ട് ആ ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതാണ് ഈ ദമ്മിടുന്ന ചോറിൻ്റെ പ്രത്യേകത.
അപ്പോൾ നമ്മുടെ ദമ്മൊക്കെ റെഡിയായി. ഇപ്പോൾ ചോറ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചോറ് റെഡിയാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് മൺകുടുക്കിയിൽ ഇതുപോലെ ദമ്മിട്ടാൽ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കുത്താം. അപ്പം എല്ലാം ചോറ് വേറെയും ബീഫ് വേറെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ചോറ് മാത്രം മുകളിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇപ്പോൾ ചോറെല്ലാം ഒരു ചെമ്പട്ടിയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം മുകളിൽ ആ ഇല മാത്രം കാണുന്നുള്ളൂ. ഇതിൻ്റെ അടിയിലാണ് ബീഫ്. ഇപ്പം നമുക്ക് ആ ഇല ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് എടുക്കാം. വേണ്ടോ, ബീഫ് അതിൻ്റെ അടിയിലാണ്. അപ്പം അതിലൊന്നും ഒരു ചോറും ആയിട്ടില്ല. ഇങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറ്. ആ ഇല ഈ ചോറിലേക്കൊന്ന് തട്ടി കൊടുക്കണം. ഇനി ആ ബീഫ് വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം. അടിയിൽ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഉഷാറായിട്ടുണ്ട്. അടിയിൽ ഇല വെച്ചതുകൊണ്ട് മൺകുടുക്ക ആയതുമ്പോൾ കരിയും. അപ്പോൾ ഞാൻ ഇല വെച്ചതുകൊണ്ട് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ബിരിയാണി ബീഫ് ബിരിയാണി തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.